ചെയ്യുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി മാസങ്ങളായുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മളൊന്ന് കാണാനിടയാകുന്നത്. പ്രിയ രാജേഷ് മിനി ദമ്പതികൾക്ക് അവർക്ക് നല്ലൊരു ഭവനം ഇപ്രകാരം വാങ്ങുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ബൈബിൾ പറയുന്നു, നീ പണിയാത്ത വീട്ടിൽ നീ പാർക്കും. അപ്രകാരം അവർ പണിയാത്ത ഒരു ഭവനം, വളരെ മനോഹരമായ ഒരു 2 നില ഭവനം വാങ്ങുവാനായിട്ട് ദൈവമായ കർത്താവ് കൃപ നൽകിയിരിക്കുന്നതുകൊണ്ട് ഇവരെ സ്തുതിക്കുന്നു. ആ കുടുംബത്തിന് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവനാമത്തിൽ ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ഒരു വലിയ നിമിഷം പറഞ്ഞാൽ തന്നെ ഈ സമയത്ത് ഈ വീട് കാണുവാനും അതിന്റെ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളും കൂടെ അതിൽ പങ്കാളികളാകുവാനായിട്ട് അതിൽ കൂടെ എല്ലാം കാണുവാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരവസരം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് അഡ്വാൻസ് എല്ലാം കൊടുക്കുവാനും തക്കവണ്ണം ആ സമയത്ത് ദൈവം ഞങ്ങളുടെ കൊണ്ടുകൊണ്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്രകാരം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കർത്താവ് ഒരുക്കിയ ഭവനമാണ്, ഒരുക്കിയ ഭവനമാണ്. അപ്രകാരം നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യക്ക് എത്രയും അടുത്തുള്ള നല്ല ഒരു പ്രദേശം, വളരെ പോയിട്ടായിട്ടുള്ള സ്ഥലത്ത് നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സമാധാനപരമായിട്ട് അന്തരീക്ഷമുള്ള ഈ സ്ഥലത്ത് അത് റോഡിൽ അത് ദൂരമില്ല, റോഡ് സൗകര്യം, പരിസൗകര്യം, പോയിട്ടായിട്ടുള്ള സ്ഥലത്ത് എല്ലാം കൊണ്ടും അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്ത് കർത്താവ് പ്രകാരം ഭവനം ഒരുക്കി ഇവിടെ സ്തുതിക്കുന്നു. പ്രിയ രാജേഷ് മാതാവ് നമ്മോടൊപ്പമുണ്ട്, മിനിസ്റ്ററുടെ മാതാവ് നമ്മോടൊപ്പമുണ്ട്. അവർക്കെല്ലാം മക്കളുടെ ഈ അനുഗ്രഹം കണ്ട് സന്തോഷിപ്പാൻ എന്റെ കർത്താവ് അവസരം ഒരുക്കിയവരെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ രാജ്മോഹനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രാജ്മോഹൻ സൗകര്യമില്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നെങ്കിൽ